ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ലോങ് വീഡിയോ ആണ്. ഇത് 2 പാർട്ടായിട്ട് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. നമ്മളിപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഷൊർണൂരിൽ നിന്നൊരു യാത്ര പോകണം. നമ്മൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. മഥുരയിലേക്കാണ് ഫസ്റ്റ് ട്രെയിൻ യാത്ര. 22653 തിരുവനന്തപുരം ഹസരത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഷൊർണൂർ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇന്ന് സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മൾ ട്രെയിൻ പോകും. പ്ലാറ്റ്ഫോം 7 നമ്മളുടെ യാത്ര പോകുന്നത് 22653 ആണ്. കോച്ച് നമ്പർ 15 M4 നമ്മുടെ വണ്ടി അല്പസമയത്തിനും പ്ലാറ്റ്ഫോം നമ്പർ 7 വരും. എന്താ പറ്റിയെന്ന് പറയുന്നത്, എന്തായാലും കൃത്യസമയത്ത് മണി 7:06 ആയിട്ടേ ഉള്ളൂ. 7:10 നമ്മൾ ഇവിടുത്തെ ടൈം. 7:06 7:10 ഇവിടുത്തെ ടൈം. വണ്ടി ഓൺ ടൈമാണ്. വണ്ടി ഷൊർണൂർ ബി ക്യാബിന് എത്തി എന്നാണ് ഞാൻ കാണുന്നത്. കാട് നിലമ്പൂർ എക്സ്പ്രസ് പാസഞ്ചർ കയറി വരുന്ന കാണാം. മീൻവെൽ നിലമ്പൂരിൽ നിന്നുള്ള ഫസ്റ്റ് ട്രെയിൻ ഷൊർണൂരിലേക്ക് എത്തി. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. റോയപുരത്തിൻ്റെ 39064 വാപ്പ് 7 ആണ് നമ്മുടെ ലോഗോ. പ്രതീക്ഷിച്ച പോലെ തന്നെ കോച്ച് കറക്റ്റ് സ്ഥലത്ത് വന്നില്ല. ഇതാണ് നമ്മുടെ കോച്ച് M4. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ പറയാം. RCF ബിൽഡാണ്. ഷൊർണൂരിൽ നിന്ന് ജസ്റ്റ് പുറപ്പെട്ടു. വണ്ടി ലേറ്റാണ്. ലഗേജൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിൽ ഡിപ്പാർട്സ് എടുക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് RCF ബിൽഡ് കോച്ചാണ്. ഒരു സൈക്ലോണിക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് നല്ല ക്ലൗഡിയാണ്. മെയ് മാസമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. നമ്മുടെ നിലമ്പൂർക്കുള്ള ലൈനാണ് പോകുന്നത്. ഈ ട്രിപ്പും സ്റ്റുഡൻസുമായിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം വന്ന് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ കഴിയുന്നത്ര നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞാൽ ഈ ട്രാവൽ ഇവിടുന്ന് ഷൊർണൂർ മുതൽ മഥുര ജംഗ്ഷൻ വരെ, ആഗ്രയിലേക്കാണ് പോകുന്നത്. മഥുര ജംഗ്ഷൻ വരെയാണ് ഈ ട്രെയിനിലുള്ള യാത്ര. അപ്പോൾ 2 ദിവസം 2 ഫുൾ ഡേയ്സ് യാത്രയുണ്ട്. അപ്പോൾ ഞാൻ Day 1 Day 2 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കത് എന്തായാലും നോക്കാം. വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് 1-2 പാർട്ടായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും.
കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണിത്. ഈ വണ്ടിക്ക് സ്റ്റോപ്പുകൾ തീരെ കുറവാണ്. തിരൂർ സ്റ്റോപ്പ് ഉണ്ടാകുന്നില്ല. ഇവിടെ താനൂർ സ്റ്റോപ്പ്. താനൂർ ബെല്ലിൽ വളരെ കുറച്ച് വണ്ടി നിർത്തുന്നത്. പിന്നെ ഷൊർണൂർ വിട്ടാൽ പിന്നെ നേരെ കോഴിക്കോടാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് ആയിരുന്നത്. പരപ്പനങ്ങാടി സ്റ്റേഷനാണ്. ഇവിടെ മറ്റേ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് എക്സ്പെക്റ്റഡാണ്. അതിൻ്റെ തിരക്കായി കാണുന്നത്. തൊട്ടപ്പുറത്തുള്ളതാണ് പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ്. ചെറുതായിട്ട് മഴമേഘങ്ങളൊക്കെ മാറി വെയിലായിട്ടുണ്ട്. മറ്റേ നല്ല മേഘാവൃതമായിരുന്നു. ഇപ്പോൾ മേഘങ്ങൾ ചെറുതായിട്ടൊക്കെ മാറി ക്ലിയറായി. നമ്മളിപ്പോൾ ഏകദേശം കടലുണ്ടി എത്താറായിട്ടുണ്ട്. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. കുറേ കാലത്തിന് ശേഷം ഫറൂഖിക്കോട് ഇങ്ങനെ ഫുൾ സ്പീഡിൽ പോകുന്ന കേട്ടോ. പക്ഷേ സ്ഥിരം ഇവിടെ വന്ന് സിഗ്നലിട്ടാണ് കാത്തിടക്കാൻ പതുക്കെ പോവുക ചെയ്യാറ്. പിന്നെ നമ്മൾ ഫുൾ സ്പീഡിലാണ് പോകും. ആ പാലത്തിനൊന്ന് സിഗ്നൽ സംവിധാനം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ജസ്റ്റ് കല്ലായി എത്തുന്നു. സ്റ്റോപ്പില്ല. നമ്മളങ്ങനെ കോഴിക്കോട്ടേക്ക് കയറാൻ വേണ്ടി സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ട്രെയിനിൻ്റെ തല ഓൾറെഡി സ്റ്റേഷനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. നമ്മളിപ്പോഴും മെയിൻ ലൈനിലാണ്.
അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തി. ഇപ്പോൾ സമയം 8:43. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഓൺ ടൈമാണോ അല്ലെന്ന് ഞാൻ നോക്കിയില്ല, ടൈം ടേബിൾ നോക്കിയില്ല. ഇതാണ് നമ്മുടെ ട്രെയിന്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച് ഇതാണ്. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. 232283C സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ മാർക്കാണ്. അപ്പം നമ്മൾ പുറപ്പെടുകയായി. അങ്ങ് ദൂരെ നിന്ന് പരശുരാം എക്സ്പ്രസ് കയറി വരുന്ന കാണാം. ഒരു വാപ്പ് 7 ആണ്. അത് ഏതാ ലോക്കോ എന്ന് കാണാൻ പറ്റില്ല, കാര്യം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ട്രെയിനകത്ത് കയറി ഉണ്ടാവും. പിന്നെ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ ബിൽഡിങ്സ് ആണ്. ത്രീ 0338 ആയിരുന്നു അത്. 30338 വാപ്പ് 7 ആയിരുന്നു അത്. അങ്ങനെ കോഴിക്കോട് നിന്ന് വിട്ടു. നേത്രാവതി എക്സ്പ്രസ് പരശുരാമിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. അതിന് തൊട്ട് പുറകിലായിട്ട് വന്ദേ ഭാരതം വരുന്നുണ്ട്. ജസ്റ്റ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. പക്ഷേ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒരു ട്രാക്ക് മെയിൻ്റനൻസിന് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ടെക്നീഷ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. മെഷീൻ റെഡി ആവുന്നുണ്ട്. ഒരു അടിപൊളി സാധനം ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുമുണ്ട്. നേത്രാവതി വന്ദേ ഭാരതത്തിന് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ നേത്രാവതി എവിടെയായിട്ട് ഓവർടേക്ക് ചെയ്യുന്നത്. മിക്കവാറും നേത്രാവതി പിന്നെ അടുത്ത സ്റ്റേഷനിൽ കിടക്കുന്നുണ്ടാവും. ഏലത്തൂരാണ് അടുത്ത സ്റ്റേഷൻ. അവിടെ കിടക്കുന്നുണ്ടാവുമ്പോൾ സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ്. കാരണം സിഗ്നൽ വച്ചയാണ്. ഇവിടെയും ഒരു ഫ്യൂവൽ സൈഡിങ് ഉണ്ട്. ഫറൂഖിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഏലത്തൂരിലുണ്ടായിരുന്നു. ഇതാണ് കോരപ്പുഴ പാലം. ഈ ഇപ്പുറത്ത് കാണുന്നത് ഹൈവേ ആണ്. ഈ പാലത്തിന് അപ്പുറത്തെ സൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സൈഡ് കാണിക്കാൻ വിചാരിച്ചത്. കുറച്ച് അപ്പുറത്തോട്ട് പോലെയാണ് കടൽ. ഇവിടെ
ഇവിടുന്ന് കാണാം, തെങ്ങുകളുടെ ഇടയിൽ കൂടെ അപ്പുറത്തെ സൈഡിലോട്ട് കടൽ കാണാൻ പറ്റും. രാവിലെ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടൊരു തണുത്ത പ്രതീതിയായിരുന്നു. ഇപ്പം നല്ല ചൂടായി. നമ്മളിപ്പോൾ ഏകദേശം പയ്യോളി എത്താറായി, പി ടി ഉഷയുടെ നാടായ പയ്യോളി. ആ പോകുന്നത് 16610 മംഗലാപുരം കോഴിക്കോട് എക്സ്പ്രസ്. മാംഗ്ലൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസ്. ഒരുവിധം എല്ലാ ട്രെയിനുകളും നിർത്തി ബഹുമാനിക്കുന്ന ഒരു സ്റ്റേഷനാണ്. പക്ഷെ നമുക്ക് ആ ബഹുമാനമില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നമ്മളിത് ജസ്റ്റ് കണ്ണൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇൻട്രസ്റ്റിംഗ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കാണ് പോകുന്നത്. സാധാരണ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം 1-ലാണ് എല്ലാ ട്രെയിനും എടുക്കുന്നത്. പിന്നെ എന്താണെന്നറിയില്ല, നമ്മൾ 2-ലേക്കാണ് കയറ്റിയിരിക്കുന്നത്. അങ്ങനെ കണ്ണൂർ യാർഡിലേക്ക് നമ്മൾ കയറി. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റി ബാർ എക്സിക്യൂട്ടീവിൻ്റെ റേക്ക് കിടക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം ഇൻ്റർസിറ്റി ആയിട്ട് പോകും. ഇന്നലെ രാത്രി എക്സിക്യൂട്ടീവായിട്ട് എത്തിയ റേക്കാണത്. കണ്ണൂരിലെ കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരു റേക്ക് ഇവിടെ എക്സ്ട്രാ വേസ്റ്റ് ആവുന്നുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ 22381 വാബ് 4. ഇത് KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. അപ്പോൾ അതേപോലെ 1A മെമോ കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. അവിടെ റെഡ് ബാനർ ഫ്ലാഗ് കാണാം. അവിടെ സ്റ്റാഫ് ഉണ്ട്. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1.
അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോം 2 വിട്ടത്. കാര്യം ഇതൊരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അങ്ങനെ കണ്ണൂരിലെ സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു. സമയം ഇപ്പോൾ 10:11. യശ്വന്ത്പൂർ കണ്ണൂരിന് ലോക്കോനെ എവിടെയും കണ്ടില്ല. എൻ്റെ ലോക്കോ മേ ബി എപ്പോഴും ഈ ആടി കൂടെ അപ്പുറത്തെ സൈഡിൽ റിവേഴ്സ് ആയിട്ടുണ്ടാവും. എൻ്റെ ലോക്കോനെ എവിടെയും കണ്ടില്ല. അപ്പം നമ്മളങ്ങനെ കണ്ണൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ റൈറ്റ് സൈഡിൽ റണ്ണിങ് റൂമിൻ്റെ ഇത് കണ്ടോ, റണ്ണിങ് ബംഗ്ലോ എന്ന് പറഞ്ഞു. ഒരു പഴയ കെട്ടിടമാണത്. എയർ കണ്ടീഷൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. നമ്മൾ ജസ്റ്റ് കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു. നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മംഗലാപുരത്താണ്. മാംഗ്ലൂർ ജംഗ്ഷനിൽ ഇനി സ്റ്റോപ്പുള്ളൂ. അതുവരെ നമുക്ക് എവിടെയും സ്റ്റോപ്പില്ല. കാസർഗോഡൊക്കെ സ്കിപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ബാബ് 7 ഈ ആടി കൂടെ അങ്ങോട്ട് ഷണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണൂർ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ബാബ് 7. നമ്മൾ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത് ഡീസൽ ലോക്കോ റൈഡിലെ വൺ ഓഫ് ദി ലാസ്റ്റ് ഫ്യൂ ട്രിപ്സ് ആയിരുന്നു. വളരെ നീളം കൂടിയ ലൂപ്പ് ലൈനായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലൂപ്പിൽ നിന്ന് മെയിൻ ലൈനിലോട്ട് കയറുന്നുള്ളൂ. എക്സ്ട്രീം റൈറ്റ് സൈഡിലുള്ളത് ഷണ്ടിങ് ലൈനാണ്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കയറി. അല്പം മുമ്പ് പയ്യന്നൂർ പാസ് ചെയ്ത് തൃക്കരിപ്പൂരും പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ്. ഈ വണ്ടിക്ക് കണ്ണൂരിൽ നിന്നും മംഗലാപുരം ജംഗ്ഷൻ വരെ 130 കിലോമീറ്റർ കവർ ചെയ്യാൻ 2 മണിക്കൂർ 5 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ എത്തുന്ന ക്ലിപ്പിൽ കണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് 109, 108 എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മംഗലാപുരം ബിഫോർ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ പിടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും സംഭവം ഇങ്ങനെ പോകാൻ നമുക്ക് നോക്കാം. 16324 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് ആണത്. ചെറുവത്തൂർ സ്റ്റേഷനാണ് വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ പഴയ വീഡിയോസിൽ ഈ പാലത്തിന് റൈറ്റ് സൈഡിൽ കാണുന്ന പാലത്തിന് പണി നടക്കുന്നതിൻ്റെ വിഷ്വൽസ് ഉണ്ടാവും. അവിടെ കാണുന്ന നാഷണൽ ഹൈവേ ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് നീലേശ്വരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മംഗലാപുരം കോയമ്പത്തൂർ വീക്ക്ലി സമ്മർ സ്പെഷ്യൽ ട്രെയിനാണ്.
ചന്ദ്രഗിരി പുഴയായിരുന്നു. നമ്മളിത് കാസർഗോഡ് എത്തി. കാസർഗോഡ് സ്റ്റോപ്പില്ല. കാസർഗോഡ് സ്റ്റേഷനിൽ അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് പുതിയത് വന്നിട്ടുണ്ട്. കർണാടകത്തിലെ ആദ്യത്തെ സ്റ്റേഷനായ ഉള്ളാലാണിത്. അപ്പുറത്തൊരു ഫ്രൈറ്റ് യാർഡ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർ. മംഗലാപുരത്തേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ നേത്രാവതി പുഴ കടക്കും. നേത്രാവതി പുഴ ഫ്രണ്ടിൽ കാണാം പാലം. നമ്മളിപ്പോൾ തൊക്കൂട്ട് ഡീകമ്മീഷൻ്റെ സ്റ്റേഷനാണ്, അത് കടന്നു. നമ്മൾ നേത്രാവതി പാലത്തിലോട്ട് കയറാൻ പോകണം. നമ്മളെല്ലാ പ്രാവശ്യം നേത്രാവതി പുഴയുടെ അപ്പുറത്തുനിന്നുള്ള വിഷ്വൽസ് കാണുന്നത്. പ്രാവശ്യം ഒരു ചേഞ്ച് ആക്കാന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് ദൂരം ഒരു കടൽ കാണാം.
നമ്മളിപ്പോൾ നേത്രാവതി പുഴ കഴിഞ്ഞു. ഇവിടെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയും ഒരു ടൈൽ ഫാക്ടറിയും ഉണ്ട്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനുകളാണ് മാംഗ്ലൂർ സെൻട്രലിലേക്ക് പോകുന്ന ലൈനുകൾ. ഇതാണ് നേത്രാവതി ക്യാബിൻ. ഇവിടെ അണ്ടർപാസ് മറ്റോ പണിയുന്നുണ്ട്. ഇതാണ് മംഗലാപുരം ജംഗ്ഷന് മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന ലൈന്. സിംഗിൾ ലൈനാണ്. മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറാണ്. മാംഗ്ലൂർ ജംഗ്ഷൻ. മാംഗ്ലൂർ ജംഗ്ഷൻ യാർഡിന്ന് ഫുള്ളാണ്. എറണാകുളത്തിൻ്റെ ഒരു ആൽക്കോ 13494. ടെസ്റ്റ് വാഗൺ. എന്ത് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. ടെസ്റ്റ് വാഗൺ എഴുതിയിട്ടുണ്ട് അവിടെ. നമ്മളിത് ജസ്റ്റ് മാംഗ്ലൂർ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് മംഗളൂരു ജംഗ്ഷൻ. ഇവിടെ ഒരു വാഗൺ കാൺപൂറുണ്ട് 33469. DC തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും മംഗളൂരു ജംഗ്ഷനിലേക്ക് സ്വാഗതം. എനിക്കൊന്ന് ഏകദേശം 3 മിനിറ്റോളം ബിഫോർ ടൈമാണ്. മംഗലാപുരം ജംഗ്ഷൻ വാട്ടറിങ് നടക്കുകയാണ്. കൃത്യസമയമായ 12:10 പുറപ്പെട്ടു കേട്ടോ. ഹാസനിലേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. ഷെഡ്യൂളിൽ കൊണ്ടു നിർത്തി. പടുകുതിരി സ്റ്റേഷനാണിത്. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായിരുന്നു കാരണം ഒരു പിടിയില്ല. വണ്ടി കുറച്ച് നേരം നിന്നു. ഇപ്പോൾ സ്റ്റാർട്ടറായി. ഹോണടി പോലും ഇല്ലാണ്ട് വണ്ടി അനങ്ങി തുടങ്ങി.
ഇത് ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ റെഗുലേറ്റ് ചെയ്താന്ന് തോന്നുന്നു. ഇവിടെ 20 kmph സ്പീഡ് റെസ്ട്രിക്ഷനും കാണാനുണ്ട്. സ്ലീപ്പർ റീപ്ലേസ്മെൻറ്റ് നടന്ന ലക്ഷണങ്ങൾ കാണാം. പഴയ സ്ലീപ്പേഴ്സ് ട്രാക്സിൽ കിടക്കുന്നത് കാണാം. കൊങ്കൺ റെയിൽവേയുടെ പാറയും പാലയും ഒക്കെ കണ്ടത് എങ്ങനെയാണ്. അങ്ങനെ ദൂരം നമ്മളെ കാത്തൊരു ട്രെയിൻ കാത്തിരിക്കുന്നുണ്ട്. അത് ഇന്നാഞ്ചേ സ്റ്റേഷനാണ്. ഇവിടെ എന്തോ കുറച്ച് ഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. പാറ പൊട്ടിച്ച് യാർഡ് വലുതാക്കുക എന്തോ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ. നമ്മുടെ സിഗ്നൽ ആംബർ ആയിരുന്നു. ഇത് നമ്മൾ മെയിൻ ലൈനിൽ നിർത്താൻ പോകുന്നു ഇവിടെ. മറ്റേ മംഗളൂരു റോക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്ന മുംബൈ CSMT ബാംഗ്ലൂർ ജംഗ്ഷൻ എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും ലേറ്റാണ്. ഇന്നും ലേറ്റാണ്. ഇത് മംഗലാപുരം തിരിച്ചു വരാനുള്ള സമയമായി. ഏകദേശം സമയം 1:26. വണ്ടി 2 മണിക്കാണ് മംഗലാപുരം തിരിച്ചു വരേണ്ടത്. ഇന്നും ഇത് ലേറ്റ് ആയിരിക്കും. നമ്മുടെ അടുത്ത സ്കെഡ്യൂൾഡ് സ്റ്റോപ്പായ ഉടുപ്പിയിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഒരുപാട് പേര് കയറുന്നുണ്ട് വണ്ടിയിലോട്ട്. തിരക്കുണ്ടോ? നമ്മൾ കൃത്യസമയത്താണ് എത്തിയിരിക്കുന്നത്. 1:37 ആയതല്ലോ, 1:38 ആയിരുന്നു. 1 minute ahead of schedule ആണ്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഉടുപ്പിയിൽ. അങ്ങനെ ഉടുപ്പി സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് ഇവിടെ ഒരു 100 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ കാണാം. ചില സ്പെസിഫിക് ട്രെയിനുകൾക്കുള്ള എൻജിൻ സ്റ്റോപ്പ് ബോർഡും കാണാം. ഇവിടെ ഒരു പുതിയ ഫ്ലൈറ്റ് ഗുഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ബാർക്കൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഗാന്ധിധാം നാഗർകോയിൽ എക്സ്പ്രസ് വരുന്നുണ്ടെന്നാണ് വേറെ ട്രെയിൻ കാണിക്കുന്നത്. നല്ല ചൂടുണ്ട് പുറത്ത്. ഒരു പ്രാവശ്യം കാണിച്ചാൽ എന്നാലും വീണ്ടും കാണിക്കുക. ഇതായിരുന്നു നമ്മുടെ കോച്ച്. 232283C RCF ബിൽട്ടാണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഓണർഷിപ്പിലുള്ള കോച്ചാണിത്. ഇന്നത്തെ മാർക്കിങ്സ് പറയുന്നത് ടാറ്റാനഗർ ബേസ് കോച്ചാണെന്നാണ് അപ്പുറത്തെ സൈഡിലുള്ള മാർക്കിങ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടതെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ കയ്യിലാണ് ഈ കോച്ചുള്ളത്. നാഗർകോയിൽ എക്സ്പ്രസ് ആണ്. ഗാന്ധിധാം നാഗർകോയിൽ എക്സ്പ്രസ്. നമ്മൾ ബിജൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഏതാ വണ്ടി വരുന്നത് അറിയില്ല. എനിക്കൊന്ന് മറ്റേ മുരുടേശ്വർ ബാംഗ്ലൂർ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. മെയിൻ ലൈനിലെ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ക്രോസിംഗ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും അതാണെന്ന് തോന്നുന്നു. മുരുടേശ്വർ SMT ബാംഗ്ലൂർ എക്സ്പ്രസ് ആയിരിക്കണം. ട്രെയിൻ നമ്പർ അറിയാലോ എന്തായാലും.
അപ്പോൾ അങ്ങനെ ക്രോസിങ് കഴിഞ്ഞ് ബിജു വരുന്നു പുറപ്പെട്ടു. മൂകാംബിക റോഡ് ബാംഗ്ലൂർ സ്റ്റേഷനാണ്. നമുക്ക് സ്റ്റോപ്പില്ല. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് കൊങ്കൺ റെയിൽവേയുടെ സൗത്തിൽ നിന്ന് നമ്മൾ താഴത്തേക്കാണത്. ഭട്കൽ സ്റ്റേഷനാണ്. നമ്മൾ റൺ ത്രൂ ആണെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ നിർത്താണ്. അൺഷെഡ്യൂൾഡ് ഹോൾട്ടാണ്. നമ്മൾ മെയിൻ ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും സ്റ്റോപ്പുള്ള ട്രെയിനോ വല്ലതും വരികയാണോ അതോ എന്താ സംഭവം എന്നറിയില്ല. ഈ ട്രെയിനിലും പാൻട്രി കാറില്ല. ഇതിൽ ഓൺബോർഡ് കാറ്ററിംഗുകാർ മംഗലാപുരം കഴിയുമ്പോഴാണ് കയറുന്നത്. അതായത് കൊങ്കൺ റെയിൽവേയുടെ ഓൺബോർഡ് കാറ്ററിംഗ്. മാംഗ്ലൂർ കഴിയുമ്പോഴേ ഓൺബോർഡ് കാറ്ററിംഗ് കയറുന്നത്. നമ്മൾ കേരളത്തിലെ സെക്ഷനിൽ ഫുഡൊന്നും കിട്ടില്ല. കേരളത്തിൽ സ്റ്റേഷനുകളിൽ നിന്ന് മേടിക്കണം. പിന്നെ ലഞ്ച് മംഗലാപുരത്തു നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ട്രെയിനിൽ ലഞ്ച് വരുന്നുണ്ട്. ഞങ്ങളിത് മംഗലാപുരത്തു നിന്നായിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ വരുന്നുണ്ട് മംഗലാപുരം കഴിഞ്ഞിട്ട്. ശരാവതി പാലം വരുന്നു, മിസ്സായി. ഇതാണ് നമ്മൾ കുമട്ട സ്റ്റേഷനിൽ നിർത്തിയ സൈഡിലുള്ള പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ലോ ലെവൽ ഫ്ലാറ്റൻ ചെയ്ത ഒരു സംഭവം. ഇവിടെയാണ് നമ്മൾ ട്രെയിൻ നിർത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൂപ്പ് ലൈനിലാണ് വന്ന് നിന്നത്. നിർത്തി. ഞാൻ ശരിക്കും ലൂപ്പ് ലൈൻ സ്കിപ്പ് ആയിരിക്കുന്നു, സ്കിപ്പ് ചെയ്ത് നമ്മൾ നിർത്തി. ഓപ്പോസിറ്റ് സൈഡിലെ ലൂപ്പ് ലൈനിലിപ്പോൾ മഡ്ഗാവ് മാംഗ്ലൂർ എക്സ്പ്രസ് പാസഞ്ചർ എക്സ്പെക്റ്റഡ് ആണ്.
ഇത്രയും കാര്യം നിന്ന് മേടിച്ചാണ് സമോസ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാൻ നമുക്ക്. 30 രൂപ 2 പീസിന്. മീൻവെൽ നമ്മൾ കുമട്ടയിൽ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടിക്ക് അക്കോർഡിംഗ് ടു ഷെഡ്യൂള് ഉടുപ്പി മുതൽ കാർവാർ വരെ 191 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റണ്ണാണുള്ളത്. പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു സ്കിപ്പ് ചെയ്ത സ്റ്റേഷനുകളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാ സ്റ്റേഷനും നിർത്തിയിട്ടുണ്ട്. ടു 656 ഹജറത്ത് നിസാമുദ്ദീൻ എറണാകുളം വീക്ക്ലി എക്സ്പ്രസ് ആണ്. ജസ്റ്റ് കാർവാർ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇപ്പോൾ സമയം 5:35. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ 1 മണിക്കൂർ 37 മിനിറ്റ് മറ്റേ ലേറ്റാണ്. എക്സാക്റ്റ് നോക്കിയിട്ട് വരാം. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ട്. കാർവാർ സ്റ്റേഷന് മറ്റേ സൈഡ് മലകൾ കാണാം. ആ മലകളുടെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ വന്നത്. ഇപ്പോഴത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട്. അവിടെ ഇപ്പോൾ പഞ്ചഗംഗ എക്സ്പ്രസ് വരാനുണ്ട് ബാംഗ്ലൂർക്കുള്ളത്. അതുപോലെ എറണാകുളത്തേക്കുള്ള മരുസാഗരം വരാനുണ്ട്. 2 വണ്ടി വരാനുണ്ട്. മിക്കവാറും 2 വരുന്നത് നമ്മളോട് പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാർവാറിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല നമ്മളെ വിട്ടു വന്നിട്ട്. പഞ്ചഗംഗ എക്സ്പ്രസ്സിന് കാസർഗോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൺ ത്രൂ ചെയ്യും.
നമ്മൾ ജസ്റ്റ് അസ്നോട്ടി സ്റ്റേഷനോട് അടുത്താണ്. ഇവിടെ നമ്മളെ കാലത്ത് പഞ്ചഗംഗ എക്സ്പ്രസിൻ്റെ റേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചഗംഗ എക്സ്പ്രസിൻ്റെ റേക്ക് മഡ്ഗാവ് കാർവാർ സ്പെഷ്യലായിട്ട് വരും വൈകുന്നേരം. ബാലി സ്റ്റേഷനിൽ നിൽക്കുകയാണ് ക്രോസിങ്ങിന് വേണ്ടി. എല്ലാം വളരെ പെട്ടെന്ന് വന്നു പോയി വന്ദേ ഭാരത്. തുഗ്ലക്കാബാദിന് 30670 ഡബിൾ ക്രോസിംഗ് ആയിരുന്നു. നമുക്ക് ആദ്യം വന്ദേ ഭാരത് പോയി, അത് കഴിഞ്ഞപ്പോൾ മംഗള പോയി. നമ്മൾ ഏകദേശം 20-25 മിനിറ്റ് കൂടെ കടന്നു പള്ളിയിൽ. ജസ്റ്റ് ഇതാ അനഹി തുടങ്ങി. നമ്മൾ ജസ്റ്റ് മഡ്ഗാവിലേക്ക് എത്താണ്. ഇത് വാസ്കോ ഡ ഗാമയിലേക്ക് പോകുന്നത്, സോറി നമ്മുടെ ബ്രഗാൻസ ഘാട്ട് വഴി വരുന്ന ലൈനാണിത്. പുളയം കാസൽ റോക്ക് വഴി വരുന്ന ലൈനായിരുന്നു അത്.
ആ കിടക്കുന്ന വൈകുന്നേരം 7 മണിക്ക് പോകേണ്ട കാർവാർ മെമ്മോ ആണ്. നമുക്കിവിടുന്ന് ഡിന്നർ മേടിക്കണ്ട. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാം. ആ പോകുന്നത് കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. കൊങ്കൺ കന്യ എക്സ്പ്രസ് ഡിപ്പാർട്ട് ചെയ്ത് ഗോവ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 7:01 നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി ഡിന്നറിനുള്ള വല്ലതും കിട്ടുമോ നോക്കാം. ഡിന്നറിനുള്ള വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെച്ചേക്കാം. മഡ്ഗാവിന് ജസ്റ്റ് പുറപ്പെട്ടു. 7:15. ട്രാക്ക് മെയിൻ്റനൻസ് മിഷനായിരുന്നു. മജോടത്ത് വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്തത്. ഇപ്പോൾ സമയം 8:40. നമ്മൾ 8:10 ഇപ്പോൾ ഇവിടെ വന്നതാണ്. കുറേ നേരം 1/2 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കിയത്. ഇപ്പോൾ കർമാലി സ്റ്റേഷനാണ്. ഗോവയിലെ സ്റ്റേഷനായ കർമാലിയിലാണ് നമ്മളിപ്പോൾ. കുറച്ചധികം നേരം നമ്മളിവിടെ കിടക്കുന്നു. ഇനിയിപ്പോൾ എപ്പോൾ വിടുമെന്ന് കണ്ടറിയണം. 1/2 മണിക്കൂറിന് മേലെ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മാണ്ഡവി എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്കിപ്പം മനസ്സിലായത്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കും. അത് കൊങ്കൺ റെയിൽവേയുടെ ഫുഡ് ക്വീൻ എന്നറിയപ്പെടുന്ന മാണ്ഡവി എക്സ്പ്രസ് ആണ് വരുന്നത്. മുംബൈ CSMT മഡ്ഗാവ് മാണ്ഡവി എക്സ്പ്രസ്. ഏതൊരു G7 അല്ലോ ഇപ്പോൾ. 24674. ഷെഡിൻ്റെ പേര് ഝാൻസി. അപ്പോൾ അങ്ങനെ മാണ്ഡവി എക്സ്പ്രസ്സിങ് എത്തി. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് വിഷ്വൽസ്. വണ്ടി ഇവിടുന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ ഉറങ്ങാൻ പോവാണ്. നല്ല ഉറക്കമുണ്ട്. ഇന്നലെ രാത്രി ഒന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല. വണ്ടി ഇവിടുന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പാർട്ട് 1 ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 40 മിനിറ്റ് നിന്നിട്ട് നമ്മൾ കർമാലയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ഡേ 1ൻ്റെ വിഷ്വൽസ് അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഡേ 1ൻ്റെ വിഷ്വൽസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.